R3 അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ അവസാനിപ്പിച്ചത്. അതൊരു എക്സസൈസ് ആയിട്ടൊക്കെ ആയിരുന്നു തന്നിരുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ നമ്മുടെ ലക്ഷ്യം വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യില്ല. നമ്മൾ കുറേ കാലമായി വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയും. അപ്പോൾ വെക്റ്റർ സ്പേസ് എന്തിന് ഡിഫൈൻ ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷനൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ് വെക്റ്റർ സ്പേസ് എന്നുള്ളതിലേക്കാണ്. അപ്പോൾ വെക്റ്റർ സ്പേസിൻ്റെ പ്രോപ്പറായ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പേ വേഗമായിട്ട് നമ്മൾ വെക്റ്റർ സ്പേസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളുന്നില്ല. വെയിറ്റ് ആൻഡ് സീ, നമ്മൾ ക്ലിയർ ഡെഫിനിഷൻ പറയും. അപ്പോൾ വേഗമായിട്ട് വെക്റ്റർ സ്പേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുക, R3 നിങ്ങൾ നോക്കുമ്പം അതിൻ്റെ അകത്ത് അഡീഷൻ, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന 2 ഓപ്പറേഷൻസ് ഉണ്ട്. അതിന് ഇത്രയും പ്രോപ്പർട്ടീസും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു സെറ്റപ്പുള്ള വേറെയും ഒരുപാട് സെറ്റുകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് എന്താ, R3 സെറ്റപ്പ് എന്താ, അതിൻ്റെ അകത്ത് ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത 2 ഓപ്പറേഷൻസ് ഉണ്ട്. ഏകദേശം ഇതേ സെറ്റപ്പുള്ള വേറെയും പല സെറ്റുകളുണ്ട്. ആ സെറ്റുകൾക്കൊക്കെ പൊതുവിൽ പറയുന്ന പേരാണ് വെക്റ്റർ സ്പേസ്. ഒരു വേഗമായിട്ട് ഞാൻ പറഞ്ഞാട്ടോ, നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എന്താണ് വെക്റ്റർ സ്പേസ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, വെക്റ്റർ സ്പേസിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ പറയണമെങ്കിൽ R3 ഈ 2 ഓപ്പറേഷൻസിനെ കുറിച്ചും ഈ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞ ശേഷം നമുക്ക് വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. ഈ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും R3 എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ട് ആ വീഡിയോ കണ്ട ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ R3 2 വെക്റ്റേഴ്സാണ് വിചാരിക്കുക, യും വിയും. u equal to u1, u2, u3, v equal to v1, v2, v3. ദെൻ യും വിയും തമ്മിൽ ആഡ് ചെയ്യാനുള്ള ലോ അല്ലെങ്കിൽ റൂൾ എങ്ങനെയായിരുന്നു? u പ്ലസ് വി എങ്ങനെയായിരുന്നു കാണുക? u പ്ലസ് വി ഈക്വൽ ടു u1 പ്ലസ് v1, u2 പ്ലസ് v2, u3 പ്ലസ് v3. ഈ ലോ ഉപയോഗിച്ചിട്ടാണ് യു വി തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ. ഈ ലോ എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്താണ്. ഓക്കെ, അതുപോലെ തന്നെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്താണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങളുടെ മെമ്മറിയിലകത്തൊക്കെ വരണം. അപ്പോൾ നമുക്ക് R3 അഡീഷൻ എങ്ങനെയാണെന്നും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ മനസ്സിലിപ്പുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. അതും ഞാൻ മുമ്പത്തെ ഏതോ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായിരിക്കും വ്യത്യാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അഡീഷൻ എന്താ ചെയ്തത്? R3 തന്നെയുള്ള 2 വെക്റ്റേഴ്സിനെ ഉപയോഗിച്ചിട്ട് R3 ഒരു പുതിയ വെക്റ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. യും വിയും R3 അത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് u പ്ലസ് വി തന്നെ R3 പുതിയൊരു വെക്റ്ററിനെ തരുന്നത്. നിങ്ങൾക്ക് പോസിറ്റൊന്നും ആലോചിച്ച് നോക്കുക. പക്ഷേ സ്കാലർ മൾട്ടിപ്ലിക്കേഷനോ അങ്ങനെയാണോ? R3 2 ആൾക്കാർ ഉപയോഗിച്ചിട്ടാണോ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ R3 ഒരു പുതിയൊരു വെക്റ്ററിനെ തരുന്നത്? അല്ല. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആരൊക്കെ ഉപയോഗിക്കുന്നത്? ഒരു സ്കാലറും ഉപയോഗിക്കും അല്ലേ, സ്കാലർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ, പിന്നെ R3 ഒരു വെക്റ്റർ ഉപയോഗിക്കും. അങ്ങനെ അവർ ഒരു സ്കാലറിനെയും R3 ഒരു വെക്റ്ററിനെയും ഉപയോഗിച്ചിട്ട്, ഒരു റിയൽ നമ്പറിനെയും R3 ഒരു എലമെൻറ്റിനെയും ഉപയോഗിച്ചിട്ടാണ് R3 പുതിയൊരു എലമെൻറ്റ് ഉണ്ടാക്കി തരുന്നത് അല്ലേ. അഡീഷൻ R3 തന്നെ 2 ആൾക്കാർ ഉപയോഗിച്ചിട്ട് R3 പുതിയ ഉണ്ടാക്കുമ്പം സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഒരാൾ R3 പുറത്ത്, അതായത് റിയൽ നമ്പേഴ്സിൽ നിന്നും ഒരാൾ R3 എടുത്തിട്ട് R3 പുതിയ ഉണ്ടാക്കി തരുന്നു അല്ലേ. ഈ വ്യത്യാസം ഈ 2 ഓപ്പറേഷൻസ് തമ്മിലുണ്ട്. അത് നിങ്ങൾ പോസിറ്റീവ് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ അഡീഷനെ പോലത്തെ ഒരു സെറ്റിൽ തന്നെയുള്ള 2 ആൾക്കാർ ഉപയോഗിച്ചിട്ട് ആ സെറ്റിൽ തന്നെയുള്ള പുതിയ ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസിനെ നമ്മുടെ R-team വിളിച്ചിരിക്കുന്നത് ലോ ഓഫ് കോമ്പോസിഷൻ എന്നാണ്. R-നെ എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട്, R-ൻ്റെ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ആയിരിക്കും പലപ്പോഴും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അഡീഷൻ ഈസ് എ ലോ ഓഫ് കോമ്പോസിഷൻ ഇൻ R3 എന്ന് പറയും. കാരണം എന്താ, അത് R3 തന്നെയുള്ള 2 ആൾക്കാർ ഉപയോഗിച്ചിട്ട് R3 പുതിയ ആളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്കാലർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് എൻ്റെ പേരിലേക്ക് ഞാൻ പിന്നെ വരട്ടോ. അപ്പോൾ ഈ ലോ ഓഫ് കോമ്പോസിഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് അതിനെക്കുറിച്ച് ചെറിയ ചർച്ചകളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. ആ ചർച്ചയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കി തരാം. ഈ ലോ ഓഫ് കോമ്പോസിഷൻ്റെ ഡെഫിനിഷൻ എഴുതുന്നതിന് മുമ്പേ കുറച്ചുകൂടി എക്സാമ്പിൾസ് പറയാം. അങ്ങനെ ആകുമ്പോൾ ആ ഡെഫിനിഷൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നോക്കുക, റിയൽ നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ അകത്ത് ഈ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ലോ ഓഫ് കോമ്പോസിഷനാണ്. കാരണം എന്താ അറിയാമോ, ഇതെല്ലാം ചെയ്ത് എന്താ, 2 റിയൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ റിയൽ നമ്പർ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ അഡീഷൻ, ഇപ്പോൾ 2 3 കൊടുത്തു കഴിഞ്ഞാൽ 5 വരും, 2 + 3 5 അല്ലേ. അപ്പം അഡീഷനും സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യുന്നത് ഇവിടുത്തെ 2 ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഇവിടെ തന്നെയുള്ള ഒരാളുണ്ടാക്കുകയാണ്. സോ അതൊക്കെ R-ലെ ലോസ് ഓഫ് കോമ്പോസിഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ, പോസിറ്റ് മനസ്സിലാക്കുക. പക്ഷേ ഡിവിഷൻ R-ലെ ലോ ഓഫ് കോമ്പോസിഷൻ അല്ല. ഡിവിഷനും ചെയ്യുന്നത് എന്താ, അപ്പോൾ 10ഉം 5 കൊടുത്തു കഴിഞ്ഞാൽ 10/5 2 അല്ലേ. 10ഉം 5 ഉപയോഗിച്ചിട്ട് 2 തന്നെ R-ൽ തന്നെയുള്ള മറ്റൊരു എലമെൻറ്റ് ഉണ്ടാക്കുക ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ ആറിൽ തന്നെ രണ്ടാൾ ഉപയോഗിച്ചിട്ട് ആറിൽ തന്നെ ഒരാളുണ്ടാക്കുന്ന പരിപാടിയാണ് ഡിവിഷനും. പക്ഷേ അതിന് ഒരു ലോ ഓഫ് കോമ്പോസിഷനായിട്ട് നമ്മൾ എടുക്കില്ല. വൈ? അതിൻ്റെ കാരണം മനസ്സിലാവണമെങ്കിൽ ലോ ഓഫ് കോമ്പോസിഷൻ ഡെഫിനിഷൻ എഴുതണം. ചെറിയൊരു പ്രശ്നമല്ലോ അവിടെ. ഒരു സെറ്റ് എസ്സിലെ ലോ ഓഫ് കോമ്പോസിഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എസ് ക്രോസ് എസ് എന്ന് എസ്സിലേക്കുള്ളൊരു ഫംഗ്ഷനായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലോ ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എസ്സിലെ തന്നെയുള്ള രണ്ടാൾക്കാർ ഉപയോഗിച്ചിട്ട് എസ്സിൽ ഒരു പുതിയ ആളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ ലോ ഓഫ് കോമ്പോസിഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ എസ്സിലെ രണ്ടാളെ കിട്ടണം. അതുകൊണ്ടാണ് എസ് ക്രോസ് എസ് എന്നുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. എസ് ക്രോസ് എസ് എന്ന് വരുമ്പം എസ്സിലെ രണ്ടാൾ വരില്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, അഡീഷൻ ഓൺ ആർ. അതിന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അത് ആർ ക്രോസ് ആറിന് ആറിലേക്കുള്ളൊരു ഫംഗ്ഷനാക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അതാ ഇവിടുത്തെ പേര് 3, 5 ആണെന്ന് എടുക്കാൻ വിചാരിക്കുക. അപ്പോൾ അത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് എന്തായിരിക്കും? 3 + 5 8 ആയിരിക്കും അല്ലേ? അപ്പോൾ അഡീഷൻ ചെയ്ത് ഇങ്ങനത്തെ ഇവിടുത്തെ ഓരോ പേരിനെയും അല്ലേ, വേറൊരു പേരിപ്പം 2, 7 എടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? 9ലേക്ക് മാപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ അഡീഷൻ ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ പേരിനെയും 6ലേക്ക് മാപ്പ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ്സ് എ ഫങ്ഷൻ. അഡീഷൻ ഈസ് എ ഫങ്ഷൻ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ഈസ് എ ഫങ്ഷൻ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ സബ്സ്ട്രാക്ഷൻ 3, 5 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക? 8ലേക്കല്ല, എവിടേക്ക് മാപ്പ് ചെയ്യും? 3 - 5 -2ലേക്ക് മാപ്പ് ചെയ്യും അല്ലേ? അപ്പം സബ്സ്ട്രാക്ഷൻ വേറൊരു മാപ്പാണ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് അനദർ മാപ്പ്. മൾട്ടിപ്ലിക്കേഷൻ 3, 5 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? 50ലേക്ക് മാപ്പ് ചെയ്യും. സോ അങ്ങനെ വരുമ്പം ലോ ഓഫ് കോമ്പോസിഷൻ ഓൺ എസ് ഈസ് എ ഫങ്ഷൻ ഫ്രം എസ് ക്രോസ് എസ് ടു എസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഓരോ പേരിനും ഇവിടെ ഒരു യുണീക്ക് ഇമേജ് വേണ്ടേ? വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ആറിലെ ഡിവിഷൻ ഒരു ഫങ്ഷനാണോ? അല്ല. കാരണം എന്താ അറിയോ? ഇപ്പോൾ ആർ ക്രോസ് ആറിന് ആറിലേക്കുള്ള ഫംഗ്ഷനായിട്ട് വരില്ല ഡിവിഷൻ. കാരണം ഇവിടെ 5, 0 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇവിടെ അല്ലേ? 5/0 ഡിഫൈൻഡ് ആണോ? 0 ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ 5, 0ക്ക് ഇവിടെ ഇമേജ് ഉണ്ടാവില്ല ഡിവിഷൻ എടുക്കുമ്പോൾ അല്ലേ? അങ്ങനെ 5, 0, 7, 0 അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇവിടെ ഇമേജ് ഇല്ല അല്ലേ? ഒരാൾക്ക് ഇമേജ് ഇല്ലെങ്കിൽ തന്നെ എന്തായി? അത് ഫംഗ്ഷൻ അല്ലാന്നായി. ക്ലിയർ അല്ലേ? സോ ഡിവിഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ അല്ലേ? അതുകൊണ്ട് തന്നെ ഡിവിഷൻ ഈസ് നോട്ട് എ ലോ ഓഫ് കോമ്പോസിഷൻ നമ്മൾ പറയും. ക്ലിയർ അല്ലേ? ഓൺ ആർ. അപ്പം ലോ ഓഫ് കോമ്പോസിഷൻ എന്താ പറഞ്ഞു. ഇനി വേറെ എക്സാം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പം സബ്സ്ട്രാക്ഷൻ, ഇപ്പോൾ ആറിൽ ലോ ഓഫ് കോമ്പോസിഷൻ ആണെങ്കിലും നാച്ചുറൽ നമ്പേഴ്സിൽ സബ്സ്ട്രാക്ഷൻ ഒരു ലോ ഓഫ് കോമ്പോസിഷൻ അല്ല. കാരണം എന്താ? ലോ ഓഫ് കോമ്പോസിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് n ക്രോസ് n-ന് n-ലേക്കുള്ള മാപ്പ് ആവണ്ടേ? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സബ്സ്ട്രാക്ഷൻ വെക്കുമ്പോൾ ദാ ഇവിടുത്തെ പെയർ ഇപ്പോൾ 2, 5 എന്ന് എടുക്കുക. 2, 5ൻ്റെ ഇമേജ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 2 - 5 -3. അത് ഇവിടെ ഉണ്ടോ? ഇല്ല. സോ സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ ഫ്രം n ക്രോസ് n to n. അതുകൊണ്ട് തന്നെ സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ലോ ഓഫ് കോമ്പോസിഷൻ ഓൺ n. അത് ആറിലാണ് അല്ലെങ്കിൽ ഇൻഡിജേഴ്സിലൊക്കെ ലോ ഓഫ് കോമ്പോസിഷൻ ആണെങ്കിലും എന്നിൽ എന്തല്ല ലോ ഓഫ് കോമ്പോസിഷൻ അല്ല. അപ്പം ലോ ഓഫ് കോമ്പോസിഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. പോസ് ചെയ്തിട്ട് ശരിക്കും ആലോചിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോ ഓഫ് കോമ്പോസിഷനെ എസ് ക്രോസ് എസ്സിന് എസ്സിലേക്കുള്ള ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻസിൻ്റെ ഒക്കെ ഇമേജ് നമ്മൾ സാധാരണ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്? f(x) അല്ലെങ്കിൽ g(x) അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഫങ്ഷൻസിൻ്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ ഇമേജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആറിലെ അഡീഷൻ എടുക്കുക. അഡീഷൻ എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും? ആർ ക്രോസ് ആറിന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനായിട്ടല്ലേ വരിക അല്ലേ? ആർ ക്രോസ് ആറിന് ആറിലേക്കുള്ള ഫംഗ്ഷനാണ് അഡീഷൻ. അങ്ങനെ ആകുമ്പോൾ നോക്കുക 3, 2 ഇതിൻ്റെ ഇമേജ് എന്താ? അണ്ടർ അഡീഷൻ ഇതിൻ്റെ ഇമേജ് എന്താ വരുന്നത്? 5 അല്ലേ? നമ്മളതിനെ എഴുതാറ് ഇങ്ങനെയാണോ? അപ്പോൾ അഡീഷനെ എഫ് നെറ്റം വിളിച്ചിട്ട് f(3, 2 = 5) എന്നാണോ എഴുതാറ്? അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ 7, 3 ഇതിൻ്റെ ഇമേജ് എന്താ? 10 അഡീഷൻ പ്രകാരം 7 + 3 10 അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എഴുതാറ് f(7, 3 = 10) ആണോ എഴുതാറ്? അല്ല. ഇതിനൊക്കെ അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? f(3, 2 = 5) ഇതിന് പകരം നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതും. 3 + 2 = 5 എഴുതും. ഈ പ്ലസ് എന്നുള്ള സിമ്പിൾ കാണുമ്പം നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഇത് അഡീഷൻ എന്ന് പറഞ്ഞ ലോ ഓഫ് കോമ്പോസിഷൻ ആണ്. അപ്പോൾ അത് പ്രകാരം 3, 2 എന്ന് പറഞ്ഞ പേരിന് ഇമേജ് 5 ആണെന്ന് മനസ്സിലാക്കണം. ഈ f(3, 2 = 5) എന്നതിന് പകരം സിമ്പിളായിട്ട് 3 + 2 = 5 പോസിറ്റീവ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന് പകരം സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 7 + 3 = 10 എഴുതും.
അപ്പോൾ ഇവിടെ പ്ലസ് കാണുമ്പം ഏതാ ലോ ഓഫ് കോമ്പോസിഷൻ? അഡീഷൻ എന്ന് പറഞ്ഞ ലോ ഓഫ് കോമ്പോസിഷനാണ്. അപ്പോൾ അത് പ്രകാരം 7 3 എന്ന് പറഞ്ഞ പേരുടെ ഇമേജ് 10 ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതേമാതിരി തന്നെ സബ്സ്ട്രാക്ഷനും ഇപ്പോൾ 3 2 സബ്സ്ട്രാക്ഷൻ പകരം 3 2ൻ്റെ ഇമേജ് എന്താ? 1 ആണ്. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ ജി ഓഫ് 3 2 എന്ന് പോണതിന് പകരം ചുമ്മാ അങ്ങനെ എഴുതി വെക്കും. 3 - 2 = 1. ഇവിടെ ഇത് കാണുമ്പോൾ എന്താവും? ഇവിടെ സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ലോ ഓഫ് കോമ്പോസിഷനാണ്. അത് പ്രകാരം 3 2ൻ്റെ ഇമേജ് 1 ആണ്. അതേമാതിരി 7 - 3 = എന്താണ്? 4 എഴുതും അല്ലേ? ഇവിടെ മൈനസ് ഇത് കാണുമ്പോൾ മനസ്സിലാവും സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ലോ ഓഫ് കോമ്പോസിഷനാണ്. അത് പ്രകാരം 7 3ൻ്റെ ഇമേജ് 4 ആണ്. സോ ഇങ്ങനെ ഈ എഫ് ഓഫ് ജി ഓഫ് അങ്ങനത്തെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം സിമ്പിൾസ് ഉപയോഗിക്കും അല്ലേ? ഇങ്ങനെ വേറെ സിമ്പിൾസൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക, ആലോചിച്ച് നോക്കുക. സോ ലോ ഓഫ് കോമ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനത്തെ സിമ്പിൾസ് നമ്മൾ മാറി ഉപയോഗിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. പോസ് ചെയ്തിട്ട് ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. ഇനി ലോ ഓഫ് കോമ്പോസിഷൻ്റെ ചില 1-2 ടൈപ്സും കൂടി പരിചയപ്പെടണം, അല്ലെങ്കിൽ പ്രത്യേകതകൾ കൂടി നോക്കാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. ആദ്യം കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് കോമ്പോസിഷൻ. അതായത് ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എടുക്കുക. റിയൽ നമ്പേഴ്സിലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ അഡീഷൻ എടുക്കുകയാണെങ്കിൽ A+B = B+C ആണ്. ഏത് 2 റിയൽ നമ്പർ എയും ബി എടുത്തു കഴിഞ്ഞാൽ അല്ലേ? ഇപ്പോൾ 3 + 2 അതുപോലെ തന്നെ 2 + 3 രണ്ടും 5 തന്നെയാണ് അല്ലേ? സോ A+B = B+A ഫോർ ഓൾ A, B belongs to R അല്ലേ? അവ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ സെയിം റിസൾട്ടാണ് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ പുതിയ ഭാഷ ഉപയോഗിച്ചാൽ ലോ ഓഫ് കോമ്പോസിഷൻ്റെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കോമ്പോസിഷൻ പ്രകാരം പെയർ എ ബിയുടെ ഇമേജ്, അതാണ് A+B. അതുപോലെ തന്നെ ഇതെന്താണ്? പെയർ ബി എയുടെ ഇമേജ്. അപ്പം പെയർ എ ബിയുടെ ഇമേജും പെയർ ബി എയുടെ ഇമേജും സെയിം ആണ് ഫോർ ഓൾ A, B belongs to R അണ്ടർ അഡീഷൻ. അതുകൊണ്ട് നമ്മൾ പറയും അഡീഷൻ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് കോമ്പോസിഷൻ. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഇത് A.B എന്താ? മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം പെയർ എ ബിയുടെ ഇമേജാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം പെയർ എ ബിയുടെ ഇമേജും പെയർ ബി എയുടെ ഇമേജും ഈക്വൽ ആണ് ഫോർ ഓൾ AB ഇൻ R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്മളെന്ന് പറയും മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് കോമ്പോസിഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ മൾട്ടിപ്ലിക്കേഷന് സാധാരണ നമ്മളിങ്ങനെ ഈ ഡോട്ടൊന്നും ഇടാറില്ല. നമ്മളതിന് പകരം ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചെയ്തു AB = BA എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ ജെക്സ്റ്റാ മറ്റൊരു രീതിയാണ്. അങ്ങനെ ഒരു സിമ്പിളൊന്നും ഉപയോഗിക്കാതെ ജെക്സ്റ്റാ പൊസിഷൻ എങ്ങാണ് അതിന് പറയുക. ജസ്റ്റ് അടുത്തടുത്ത് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? സോ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇങ്ങനെയാണ് പലപ്പോഴും ഇതാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, യെസ്. ഇനി സബ്സ്ട്രാക്ഷൻ നോക്കൂ. കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് കോമ്പോസിഷൻ ആണോ? അല്ല. 3 - 2 2 - 3 ഡിഫറൻറ്റാണ്. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, മറ്റേത് -1 ആണ്. സോ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ ഇൻ ജനറൽ ഒരു സെറ്റ് എസ്സിലെ ലോ ഓഫ് കോമ്പോസിഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? A*B = B*A ഫോർ ഓൾ A, B belongs to S എന്ന് പറയണം. ഇവിടെ സ്റ്റാർ ആണ് ഉദ്ദേശിച്ചത് ഒരു എന്താ പറയുക അഡീഷൻ എന്ന് പറയുമ്പം മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനെ പലതിനും പല സിമ്പിൾസ് അല്ലേ. അപ്പോൾ ഒരു സെറ്റ് എസ്സിലെ ലോ ഓഫ് കോമ്പോസിഷനെ ജനറലി അതിൻ്റെ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ സ്റ്റാർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ A*B മീൻസ് ദി ഇമേജ് ഓഫ് പെയർ AB അണ്ടർ ദി ലോ ഓഫ് കോമ്പോസിഷൻ ആണ് A*B. സോ A*B = B*A മീൻസ് ഇമേജ് ഓഫ് പെയർ എ ബിയും ഇമേജ് ഓഫ് പെയർ ബിയും സെയിം ആയിരിക്കണം ഫോർ ഓൾ A, B belongs to S. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ലോ ഓഫ് കോമ്പോസിഷൻ നമ്മൾ എന്ത് പറയും? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആർട്ടിൻ്റെ ടെക്സ്റ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഈ സ്റ്റാർ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം അതിന് പകരം ഈ ചുമ്മാ AB = BA എന്നാണ് ജനറൽ ലോ ഓഫ് കോമ്പോസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ അത് മതി. ഞാൻ വെറുതെ സ്റ്റാർട്ട് എന്നേ ഉള്ളൂ. ഇപ്പോൾ ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾ AB = BA ഫോർ ഓൾ A, B belongs to S ഏതെങ്കിലും ഒരു സിമ്പിൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുകയാണ് മാത്രം. ഓക്കെ. ഇനി അസോസിയേറ്റീവിലോ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഇത് അംഗീകരിക്കുക. A*B *C A*B*C ആകുമ്പോഴാണ് നമ്മൾ അസോസിയേറ്റീവ് എന്ന് പറയും. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അസോസിയേറ്റീവ് ആവും നമുക്കറിയാം. സബ്സ്ട്രാക്ഷനൊക്കെ അസോസിയേറ്റീവ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി 2 കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഐഡൻറ്റിറ്റി ഫോർ എ ലോ ഓഫ് കോമ്പോസിഷൻ. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എടുക്കുക. റിയൽ നമ്പേഴ്സിലെ അഡീഷൻ, അവിടെ നിങ്ങൾക്ക് 0 എന്ന് പറഞ്ഞ നമ്പർ കാണാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത എന്താ? 0യും വേറെ ഏതൊരു നമ്പർ എയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 + A കണ്ടാൽ നിങ്ങൾക്ക് A എന്നാ കിട്ടുക. ഇനി തിരിച്ച് A+0 കണ്ടാലും A എന്നാ കിട്ടുക. ആ A മാറൂല. 0നോട് വേറെ ഏതൊരു നമ്പർ A ഓപ്പറേറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്താ കിട്ടുക? A എന്നാണ് ഉത്തരം കിട്ടുക. വായിച്ചോക്കി മനസ്സിലാക്കുക. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ അവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ 1 കാണാൻ പറ്റും. ഇവിടെ 0 ആരായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഏതൊരു നമ്പർ A ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ A തന്നെ ഉത്തരം കിട്ടിയപ്പോൾ തന്നെ ഇവിടെ 1 ഏത് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതായത് 1 × A കണ്ടാലും A × 1 കണ്ടാലും നിങ്ങൾക്ക് A തന്നെ കിട്ടും.
ഇത്തരം നമ്പേഴ്സിന് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ 0 ഈസ് ഐഡൻറ്റിറ്റി ഫോർ അഡീഷൻ ഇൻ ആർ, 1 ഈസ് ഐഡൻറ്റിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ആർ എന്ന് നമ്മൾ പറയാം. ക്ലിയർ ആണല്ലോ? ഇൻ ജനറൽ ഒരു എസ്സിലെ ഒരു ലോ ഓഫ് കോമ്പോസിഷൻ എടുക്കുക, അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇ എന്ന് പറയണമെങ്കിൽ ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ ആയിരിക്കണം, അതുപോലെ തന്നെ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ ആയിരിക്കണം ഫോർ ഓൾ എ ബിലോങ്സ് ടു എസ്. ക്ലിയർ ആണല്ലോ? പോസിറ്റ് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു എലമെൻറ്റ് എപ്പോഴാണ് ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എൻ എലമെൻറ്റ് എന്നാന്ന് കൂടി ഇടാം. ഇനി ഇൻവേഴ്സ് ഓഫ് എൻ എലമെൻറ്റ്, ഇൻവേഴ്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സെറ്റിലെ ലോ ഓഫ് കോമ്പോസിഷൻ ആദ്യം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ലോ ഓഫ് കോമ്പോസിഷനും ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവുമോ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലാത്തൊരു ലോ ഓഫ് കോമ്പോസിഷൻ്റെ എക്സാമ്പിൾ സ്വന്തം ഉണ്ടാക്കി നോക്കൂ. ഡൗട്ട് വല്ലതും ഉണ്ടായി ചോദിച്ചാൽ മതി. എനിവേ നമ്മുടെ സെറ്റ് എസ്സിലെ ഒരു ലോ ഓഫ് കോമ്പോസിഷൻ എടുക്കുക, അതിന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, നൈസ്. എന്നിട്ട് നമ്മുടെ സെറ്റ് എസ്സിലെ ഒരു എലമെൻറ്റ് എ ഫിക്സ് ചെയ്യാം. ആ എയുടെ ഇൻവേഴ്സാണ് മറ്റൊരു എലമെൻറ്റ് ബി എന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ അറിയോ? എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും രണ്ടും ഈ തന്നെ കിട്ടണം, ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെ കിട്ടണം. പോസിറ്റ് മനസ്സിലാക്കിയേ. എയുടെ ഇൻവേഴ്സാണ് ബി എന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആയിരിക്കണം, അതുപോലെ തന്നെ ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ, രണ്ടും ഈ തന്നെ ആയിരിക്കണം. അതിന് ഒരു എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം റിയൽ നമ്പേഴ്സിലെ അഡീഷൻ എടുക്കുക. അതിന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടല്ലോ, ഏതാണ്? 0. എന്നിട്ട് 3 എന്ന് പറഞ്ഞ റിയൽ നമ്പർ എടുക്കുക. 3ൻ്റെ ഇൻവേഴ്സാണ് -3. കാരണം എന്താ അറിയോ? 3 + -3, അതായത് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞ മാതിരി 3 + -3യും അതുപോലെ തന്നെ -3 + 3യും രണ്ടും 0 എന്നാണ് കിട്ടുക. ഇവിടുത്തെ ഈ 0 ആണല്ലോ അല്ലേ, അഡീഷൻ്റെ ഐഡൻറ്റിറ്റി 0 ആണ്. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആൻഡ് ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞ മാതിരി 3 + -3യും -3 + 3യും രണ്ടും 0 തന്നെയാണ്. സോ നമ്മൾ പറയും 3ൻ്റെ ഇൻവേഴ്സാണ് -3. അതേപോലെ നമുക്ക് പറയാൻ പറ്റും -7ൻ്റെ ഇൻവേഴ്സാണ് 7. സിമിലർലി റിയൽ നമ്പേഴ്സിലെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. അതിന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടല്ലോ, 1 ആണ്. 1 അല്ലേ അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഓക്കെ. ഇനി 2 എന്ന് പറഞ്ഞ റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഇൻവേഴ്സാണ് 0.5 എന്ന് പറയാൻ പറ്റും. കാരണം 2 × 0.5ഉം 0.5 × 2 രണ്ടും നിങ്ങൾക്ക് എന്താ കിട്ടുക? 1 കിട്ടുക. 2 × 0.5ഉം 1 തന്നെയാണ്, 0.5 × 2ഉം 1 തന്നെയാണ്. സോ നമുക്ക് പറയാൻ പറ്റും 2ൻ്റെ ഇൻവേഴ്സാണ് 0.5. സിമിലർലി 10ൻ്റെ ഇൻവേഴ്സാണ് 0.1. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു. ഇനിയും 1-2 ഡെഫിനിഷൻസ് പറയാനുണ്ട്. അങ്ങനെ ഡെഫിനിഷൻസിലൂടെ ഞാൻ എല്ലാ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷനിലേക്ക് ഞാൻ എത്തുകയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് അബേലിയൻ ഗ്രൂപ്പ്. ഞാനിവിടെ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാനത് വായിക്കില്ല. ഞാൻ അബേലിയൻ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തം വായിച്ചു നോക്കാവുന്നതാണ് ഗ്രൂപ്പ് എന്താണുള്ളത്. അബേലിയൻ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ ഓർത്തെക്കാൻ ലോ ഓഫ് കോമ്പോസിഷൻ്റെ 4 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചില്ലേ? അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇൻവേഴ്സ് അല്ലെ, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ അബേലിയൻ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ ഓർക്കാം. അപ്പോൾ അബേലിയൻ ഗ്രൂപ്പ് തന്നെ അതൊരു സെറ്റാണ്. അതിൻ്റെ അകത്ത് ഒരു ലോ ഓഫ് കോമ്പോസിഷൻ ഉണ്ടായിരിക്കണം, ഈ പറഞ്ഞ 4 ഗുണഗണങ്ങളുള്ള. അതായത് അബേലിയൻ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് ജി ടുഗദർ വിത്ത് എ ലോ ഓഫ് കോമ്പോസിഷൻ സച്ച് ദാറ്റ് ആ ലോ ഓഫ് കോമ്പോസിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം, അതിന് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല അതിൻ്റെ ആ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റിനും ശ്രദ്ധിക്കണം, എല്ലാ എലമെൻറ്റിനും എന്തുണ്ടായിരിക്കണം? ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. വായിച്ചോക്കെ. ഇങ്ങനെ ഈ 4 ഗുണങ്ങളുള്ള ഒരു ലോ ഓഫ് കോമ്പോസിഷൻ ഡിഫൈൻഡ് ആയ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? അബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയാം കേട്ടോ. ഇനി ഗ്രൂപ്പ് എന്താ നിങ്ങൾ സ്വന്തം വായിച്ചു. ഗ്രൂപ്പ് തന്നെ ഇത്രയേ ഉള്ളൂ, ഈ കമ്മ്യൂട്ടേറ്റിവിറ്റി നിർബന്ധമല്ല ഒരു സെറ്റ് ജി ഗ്രൂപ്പ് ആവാൻ. അപ്പം കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടി വരുമ്പോഴാണ് എന്താവുക? സെറ്റ് അബേലിയൻ ഗ്രൂപ്പ് ആവുക. അതുകൊണ്ട് തന്നെ അബേലിയൻ ഗ്രൂപ്പിന് മറ്റൊരു പേരുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഈ അബേലിയൻ ഗ്രൂപ്പിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇവിടെ എഴുതാം, പക്ഷേ നിങ്ങൾ സ്വന്തം ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കും. പലരെയും മെമ്മറിയിൽ ഉണ്ടാവും. ഡിഗ്രിക്ക് പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഇല്ലേ കുഴപ്പമില്ല, ഞാൻ ഇവിടെ എഴുതും. ഓക്കെ, ഇതാ അബേലിയൻ ഗ്രൂപ്പിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ എഴുതിയത്. ഇപ്പോൾ നോക്കുക, അവിടെ Z+. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പം ആ സെറ്റിലെ ലോ ഓഫ്
കോമ്പോസിഷൻ കൂടി മെൻഷൻ ചെയ്യണം അല്ലേ. ആ സെറ്റ് മാത്രം പറഞ്ഞാൽ ഗ്രൂപ്പ് ആവില്ല, സെറ്റ് വിത്ത് ദാറ്റ് ലോ ഓഫ് കോമ്പോസിഷനാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സെഡിൻ്റെ മുകളിൽ പ്ലസ് ഇതൊക്കെ ആർട്ടിൻ്റെ ടെക്സ്റ്റിൽ അതേ നൊട്ടേഷൻസ് ആയിട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ റെഫർ ചെയ്യുന്നെങ്കിൽ ഞാനിപ്പോൾ ആർട്ടിൻ്റെ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ, അതായത് ചാപ്റ്റർ 2 ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തതിൻ്റെ താഴെയുള്ള എക്സാമ്പിൾസ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാണത്. ആക്ച്വലി പിന്നെ നമ്മളെ വെക്ടർ സ്പേസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് അപ്പുറത്ത് വേറെ ചാപ്റ്ററിലാണ്, അതായത് ചാപ്റ്റർ 3 വെക്ടർ സ്പേസ് വരുന്നത്. അപ്പം ഞാൻ കാര്യങ്ങൾ പിറകെ മുമ്പത്തെ ചാപ്റ്ററിലെ കാര്യങ്ങൾ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പിറകോട്ട് പോയതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ടിലെ ഗ്രൂപ്പ്സ് എന്ന ചാപ്റ്ററിൽ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷനുകളെടുത്ത് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇനി ഇതാണ് അവിടെ കൊടുത്ത എക്സാമ്പിൾസ്. അപ്പോൾ Z+ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിജേഴ്സ് വിത്ത് അഡീഷനാണ്. ഇതൊരു അബേലിയൻ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാം. അത് കമ്മ്യൂട്ടേറ്റീവാണ്, അസോസിയേറ്റീവാണ്, ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് ഉണ്ടെന്നൊക്കെ, എല്ലാ എലമെൻറ്റ്സും ഇൻവേഴ്സ് ഉണ്ടെന്നൊക്കെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. ഇവിടെ R+ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാ റിയൽ നമ്പറും എടുത്തു കഴിഞ്ഞാൽ അത് അബേലിയൻ ഗ്രൂപ്പ് ആവില്ല. അത് കാരണം എന്താ അറിയോ, ഇവിടെ പ്രശ്നം വരിക വെച്ച് കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞ റിയൽ നമ്പറിന് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇൻവേഴ്സ് ഉണ്ടാവില്ല അല്ലേ. 0 ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 0ക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ട് വിചാരിക്കുക, A എന്ന് പറഞ്ഞൊരു ഇൻവേഴ്സ് ഉണ്ട് വിചാരിക്കുക. അപ്പം A ഇൻവേഴ്സ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, 0 × A 1ലേക്ക് എത്തണം. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഐഡൻറ്റിറ്റി 1 അല്ലേ. അപ്പോൾ 0 × A = 1 ആവുമോ? ഇല്ല, 0 × A 0 ആണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 0ക്ക് എന്തില്ല, ഇൻവേഴ്സ് ഇല്ല അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 0 ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല, അത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യില്ല, അബേലിയൻ ഗ്രൂപ്പ് ഒന്നും ആവില്ല. അതുകൊണ്ടാണ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് മാത്രം എടുത്തത്. അപ്പോൾ നോൺ സീറോ റിയൽ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കോമ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അബേലിയൻ ഗ്രൂപ്പാണ് സ്വന്തം വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി താഴെ കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് അഡീഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് സ്വന്തം വെരിഫൈ ചെയ്യുക. പിന്നെ ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ അവിടെ ഒന്നും സമയം കളയുന്നില്ല. എനിവേ ഇതൊക്കെ അബേലിയൻ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി ഇതേപോലെ ഇതിലൊക്കെ ലീനിയർ ആൾജിബ്ര ഡിസ്കസ് ചെയ്യുമ്പം അബേലിയൻ ഗ്രൂപ്പിൻ്റെ ഡിസ്കഷൻസൊക്കെ ഇത്ര മതി കേട്ടോ. ഇനി കൂടുതൽ ഡീപ്പായിട്ട് പോകണമെന്നില്ല, കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രൻ്റെ വീഡിയോകളിലാണ് ചർച്ച ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു അബ്സ്ട്രാക്റ്റ് ആൾജിബ്രൻ്റെ വീഡിയോ കുറച്ച് ചെയ്തതിൽ ഇതൊക്കെ പെട്ടണമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് പിന്നീട് ചെയ്യും. പക്ഷേ ലീനിയർ ആൾജിബ്രക്ക് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ധാരാളം. ഞാൻ ലീനിയർ ആൾജിബ്രക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ ഫീൽഡിൻ്റെ ഡെഫിനേഷനും ഇതേപോലെ വളരെ സിമ്പിളായിട്ടൊക്കെ പറഞ്ഞു പോകാനുണ്ട്. എഴുതാം. ഇവിടെ എഴുതിയത് ഇപ്പോൾ നിങ്ങൾ വായിക്കേണ്ട, ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ്, സോറി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ എന്തായാലും വെക്ടർ സ്പേസ് ഫോർമലി ഡിഫൈൻ ചെയ്യുന്നൊക്കെ. പക്ഷേ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോൾ മനസ്സിലായി ഓൾറെഡി വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഫീൽഡ് ഡിഫൈൻ ചെയ്ത് അത് കഴിഞ്ഞ് വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷനൊക്കെ പറയുമ്പോഴേക്കും വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഫീൽഡിൻ്റെ ഡെഫിനേഷനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് കഴിഞ്ഞിട്ട് വെക്ടർ സ്പേസും അടുത്ത വീഡിയോയിൽ എന്തായാലും ഡിഫൈൻ ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്, സോറി. ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, അടുത്ത വീഡിയോയിൽ തുടരാം. ഓക്കെ.